ഇന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വയറിളകി പോയി. ഞാൻ ഒരടപ്പേ കൊടുത്തിട്ടുള്ളേ പോവാഞ്ഞിട്ടേ അത് കൊടുക്കണ്ടില്ലേ? തോലാണ്ട് കഴിഞ്ഞാണ്. എന്തിനിപ്പോ ഇങ്ങനെ പൊള്ളാൻ മാത്രം? അറിയില്ല. ഇന്നുണ്ടാക്കിയ സാമ്പാർ പതിവിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 11:30 ഒരു 10-10:30 കിടക്കണ്ടേ മനുഷ്യൻ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നലെ വാവക്കുട്ടിക്ക് സുഖം ഉണ്ടായിരുന്നില്ല, കോൺസ്റ്റിപ്പേഷൻ, വയറ് സുഖമില്ല, വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ്. ഇന്ന് ഫുൾ ഹാപ്പിയാണ്. ഈ സ്കൂള് ലീവ് കഴിഞ്ഞതിന് ശേഷം തുറക്കുമ്പോൾ മാത്രമാണ് കുറച്ച് കുഴപ്പമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോർമലാവും. എന്താ പറഞ്ഞോ? സമയമുണ്ട്, 5 മിനിറ്റ് ഇറങ്ങണം. ഞങ്ങൾ കാണിക്കില്ല. അതാ പറഞ്ഞേ. ഇന്ന് പിന്നെ കരച്ചിലും ബഹളം കാര്യങ്ങളൊന്നുമില്ല. സ്കൂളിൽ പോകാൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഫസ്റ്റ് ദിവസം മാത്രമേ ഉള്ളൂ പ്രശ്നം. ഏതായാലും പോയിട്ടുണ്ട്, ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് പോയിട്ടുണ്ട്. കൊണ്ടാക്കിയതാ തിരിച്ചു വന്നു. ഇപ്പം ഏകദേശം 9 മണിയായി. ഏകദേശം 12 മണി ആവാൻ പോവുകയാണ്. ഈ നേരത്താണ് എൻ്റെ വർക്കൗട്ട് കാര്യങ്ങൾ, എക്സസൈസ് കാര്യങ്ങളെല്ലാം നടത്തണത്. കാരണം രാവിലെ ഒന്നിനും നേരം ഉണ്ടായിരിക്കില്ല. കുട്ടീനെ കുളിപ്പിക്കണം, ഒരുക്കണം, വിടണം. പിന്നെ നമ്മുടെ ഈ പരിപാടികളൊക്കെ ഈ നേരത്താണ് ഇപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത്. വീട്ടിലാരുമില്ല. അപ്പോൾ എൻ്റെ ഒരു വർക്കൗട്ട് റൂട്ടീൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കാമെന്ന് കരുതി. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവരിൽ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല. ആർക്കും വർക്കൗട്ട് ചെയ്യാം, ആർക്കും എക്സസൈസ് ചെയ്യാം. ഹെൽത്തിന് നല്ലതാണ്, ആയുസ് കൂടും. ഇന്നത്തേതെന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങളുണ്ട്. മോസ്റ്റ്ലി ഞാൻ ഈ ബൈസെപ്സ് മാത്രമേ ചെയ്യുള്ളൂ. ലേശം മടിയുള്ള കൂട്ടത്തിലാണ്. മാത്രമല്ല ബാക്ക് പെയിൻ ലേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഫുള്ളായിട്ട് ചെയ്യാൻ നിന്നാൽ പണി കിട്ടും. ഇന്ന് മെയിനായിട്ട് ബൈസെപ്സ് ആണ്. അതായത് ഇത് ഈ മസിലിന്റെ വർക്കൗട്ടാണ് ഇന്ന് കൂടുതലായിട്ട് വരുന്നത്. കൈ പൊട്ടി മുറിയാവാതിരിക്കാൻ വേണ്ടി കെട്ടണതാണ്. അല്ലെങ്കിൽ തഴമ്പൊക്കെ വന്നിട്ട് ഇവിടെ ഒരുമാതിരി കല്ല് പോലെ ഇരിക്കും. ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞൊരു വഴിയായിട്ടുണ്ട്. 8-9 വർഷം മുമ്പത്തെ സാധനമാണ്. 10 കിലോന്റെ ഡമ്പലാണ്. ഇത് വെച്ചിട്ട് പൊതുവെ നമുക്ക് ചെയ്യാം. ഇത് 10 കിലോന്റെയാണ്. ഇനി നമുക്ക് 12.5 കിലോന്റെ ഡംബിൾ എടുത്തിട്ട് അടുത്ത സെറ്റ് ചെയ്യാം. അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേരം വർക്കൗട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരു ഹാഫ് ആൻ അവർ ടു 3/4 മണിക്കൂർ, 1 മണിക്കൂറിനുള്ളിൽ പരിപാടി കഴിയും. ഓവറായിട്ട് ബോഡിയിൽ സ്ട്രെയിൻ ചെയ്യിക്കുന്ന പരിപാടിയൊന്നും ഞാൻ ചെയ്യില്ല. ഇതിനകത്ത് ചെയ്ത ഓരോ സെറ്റും ഒരു 2-3 സെറ്റ് വെച്ച് ചെയ്യും. അതായത് അപ്പോൾ ഒരു പൊസിഷനിൽ തന്നെ നമുക്കൊരു 45 റിപ്പീറ്റേഷനായിട്ട് ചെയ്യാൻ പറ്റും. 15 വെച്ചൊരു 3 ആ രീതിയിലൊക്കെ. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ഫീലാണ്, ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. അല്ലെങ്കിൽ ഒരു നനഞ്ഞ പൂച്ചയെ പോലെ, നനഞ്ഞ കോഴിയെ പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കേണ്ടി വരും. ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉന്മേഷമാണ്. ആ ദിവസം ഫുള്ള് ഫ്രഷ് ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം, മീൻസ് കറി ഉണ്ടാക്കണം. സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. കുറേ ദിവസം എന്താ പറയുക, കണ്ട കറികളൊക്കെ ആയിട്ട് പോയി. നമ്മൾ ഫിഷ് കറി അത് ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ പഴയ പച്ചക്കറിയിലേക്ക് തന്നെ പോവുകയാണ്. നമ്മുടെ മാസ്റ്റർ പീസാണ് സാമ്പാർ. ആകെ ഞാൻ വെച്ച ഇത്തിരിയെങ്കിലും കൊള്ളാവുന്നത് അത് മാത്രമേ ഉള്ളൂ. എന്തിനാണോ പോയി 12:15 പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഈ സാധനം കിട്ടിയിട്ടില്ല കഴിക്കാൻ. അങ്ങനെ ഇതാ സാമ്പാർ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. 1:20 ലഞ്ച് ടൈമാണ്. എനിക്കിതാ ദോശ, കുറച്ച് മട്ടരി, ലേശം കൂട്ട്, ഉണക്കമുളക്, സാമ്പാർ, പപ്പടം, വെണ്ടയ്ക്കപ്പേരി ഉണ്ടായിരുന്നു, കഴിഞ്ഞു. കുട്ടിക്കും വൈഫിനും കൊടുത്തയച്ചു. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഡിന്നർ അല്ല, ലഞ്ച്. കഴിക്കാ? മതി അത് മതി. കഴിക്കാം വിശക്കുന്നുണ്ട്. അമ്മ ഇന്ന് പുട്ട് മാത്രമാണ് കഴിക്കണത്, സാമ്പാറും. എങ്ങനെയുണ്ട് സാമ്പാർ? രസമുണ്ട്. സാമ്പാർ രസമുണ്ട്. രസമുണ്ടോ? നിങ്ങളെന്താ മട്ടരി ചോറെടുക്കാത്ത? ഞാൻ ചോറ് എടുക്കണ്ടല്ലോ. എടുക്കണ്ടോ? ചോറും ഉണ്ട്, കൂട്ടാനും ഉണ്ട്, പേരിയുണ്ട്, പപ്പടമൊക്കെ ഉണ്ട്. ഈ കുട്ടി എന്താ രാവിലെ മട്ടരി കഴിക്കാത്ത? നിങ്ങൾക്ക് വല്ല പിടിയും കിട്ടിയോ? അതാ എന്റെ ചോറിന്റെ വലിപ്പം കണ്ടിട്ടാ. വലിയ ചോറ്. അത് വെന്തിട്ടുമില്ല. അതിന് അത് തിന്നും. എനിക്ക് തോന്നില്ല ഉച്ചക്ക് തിന്നുന്നു. കുട്ടി കഴിക്കാതെ ഉച്ചയ്ക്ക് നോക്കട്ടെ. കഴിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് നാളെ. ടീച്ചർമാരൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ പേടിച്ചിട്ട് കഴിക്കുമായിരിക്കും. അത് വെന്തിട്ടുമില്ല. അതിന് തിന്നാ വിശക്കും, അറിയില്ല. അതൊന്നും അല്ലെന്നോ. എന്താ സംഭവം എന്ന് അറിയോ? മട്ടരി ഈ കുട്ടിക്ക് ശീലമില്ലല്ലോ. അവള് ജനിച്ചപ്പോ തൊട്ട് കഴിക്കാൻ തുടങ്ങിയ സാധനം ഈ പൊന്നിയരിയാണ്. ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന സാധനം പൊന്നിയരിയാണ്. നമ്മൾ അന്വേഷിച്ച് ചെന്നാൽ മാത്രമേ മട്ടരി കിട്ടുള്ളൂ. ഇന്നുണ്ടാക്കിയ സാമ്പാർ പതിവിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
എങ്ങനെയാണ് വന്നതെന്നൊന്നും എനിക്ക് ഒരു പിടിയില്ല. ഒരു ലേശം ശർക്കര ഞാൻ അതിനകത്ത് ഇട്ടിരുന്നു. കായ ഇച്ചിരി കൂടിപ്പോയോ എന്ന് ഡൗട്ട് ഉണ്ടായപ്പോൾ ശർക്കര ഇട്ടിരുന്നു. മൊത്തത്തിൽ വന്നപ്പോൾ ഒരു രസം ഉണ്ട്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോരോ എക്സ്പെരിമെൻറ്റ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. ചിലപ്പോൾ പറ്റ കൊളാവും, തല്ലി പൊളിയാവും, ചിലപ്പോൾ ക്ലിക്കാവും. നിങ്ങളെ ഇന്നലെ ഞാൻ എത്ര ഒരു ലോഡ് മരുന്ന് കൊടുത്തില്ലേ, അതിന് നടക്കണോടെ അപ്പി പോവാണ്. ഇന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വയറിളകി പോയി. നിനക്ക് ഞാൻ ഒരടപ്പേ കൊടുത്തിട്ടുള്ളേ പോവാഞ്ഞിട്ടേ. അടപ്പം കൂടെ അത് കൊടുക്കണ്ടില്ലേ? അധികം കഴിഞ്ഞ് എന്താ പറയണ, എന്നിട്ട് തന്നെ എന്താ കാട്ടിക്കോണ അപ്പി കാണുന്ന തന്നെ വേണോ? പിന്നെയും പോണോ? അതാണ്ടായത്, അതിന് വയ്യാണ്ടായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞത്, എനിക്കറിയാം അതിന്റെ മരുന്നിന്റെ കണക്കും കാര്യങ്ങളും. എടാ ഞാൻ പേടിച്ചിട്ടാടാ അടപ്പം എവിടെ തോലാണ്ട് കഴിഞ്ഞാണ്. എന്തിനിപ്പ ഇങ്ങനെ പൊള്ളാൻ മാത്രം? അറിയില്ല അത് പറ്റിയ ഇപ്പൊ പറ്റിയോ? പറ്റിക്കൊണ്ട് അതാണ് ഇനിയിപ്പോ വേണ്ട. ഇനി വേണമെങ്കിൽ കാത്തിട്ട് കിടക്കണം. ഞാൻ അടുക്കളയിൽ കയറിക്കോളാം, നിങ്ങള് കയറണ്ടെന്ന് പറഞ്ഞതല്ലേ. ഞാൻ നോക്കിക്കോളാം അടുക്കള കാര്യങ്ങള്. എന്നെ കൊണ്ട് ഇതൊക്കെ പാടെത്തണ്ട. ഇതിപ്പോ എന്തൊരു കഷ്ടം അത് ഇങ്ങനെ ആയാല്. ദോശ എടുത്തോളൂ, സാമ്പാർ തരാം. ചൊത്തൻ പുട്ടും സാമ്പാറും. എന്താണ് പുട്ട് പഞ്ചസാര? ഹലോ കാർട്ടൂൺ വാല അമ്മോ, ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വലിയ ആൾക്കാർ വരെ ഇരുന്ന് പോകൂലേ? ആ നല്ല രസമുണ്ട്. ഈ കുട്ടികളെ നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇരുന്നിട്ട് കാണലില്ലായിരുന്നു? ഒരു 10-10:30 കിടക്കണ്ടേ മനുഷ്യൻ? അങ്ങനെ പണി ചെയ്യലില്ലേ, ഇന്നെന്താ ചെയ്യാ? ഉള്ള പണിക്ക് പോകാൻ അടുക്കളയിലും നേരത്തെ കടക്കണം വിചാരിക്കും, പക്ഷെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു നേരവും. ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ എന്ത് ചെയ്യാനാ? ഞങ്ങള് കുട്ടിക്ക് മരുന്ന് കൊടുത്തതിന് പുറമെ അമ്മയുടെ വകയായിട്ട് കൂടി കുറച്ച് മരുന്ന് കൊടുക്കണ്ടായി. അതോട് കൂടിയിട്ട് ഇപ്പോൾ വയറുറച്ചത് നേരെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ മാറി. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയായി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മരുന്ന് ഓവർ ഡോസ് ആയി പോയി, പാവം കുട്ടി. ഇനി ഇത് 1-2 ദിവസം എന്തായാലും പോവും ആ മരുന്നിൻ്റെ ഒരു എഫക്റ്റ്. അത് കഴിയുമ്പോഴേക്കും നോർമലാവുമെന്ന് വിചാരിക്കുക. നാളേക്ക് എല്ലാം ഓക്കെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.